ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ്. നമ്മളിന്ന് പോകുന്നത് മഹാബലിപുരത്തേക്കാണ്. അവിടുത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മഹാബലിപുരത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ മഹാബലിപുരത്തേക്കുള്ള യാത്ര തുടങ്ങി. ഏരിയയിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ കാറിന് വേണ്ടി പാസ് എടുക്കണം. 75 രൂപയായിരുന്നു ആ ടൈമിൽ ഒരു കാറിനുള്ള പാസ്. നമ്മൾ നവംബറിലാണ് പോയത്. ഇവിടെ റോഡിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച പ്രതിമകൾ ഉണ്ടാക്കുന്ന കടകളും ഹോട്ടലുകളും ഒക്കെ കാണാം. ആദ്യം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഷോർ ടെമ്പിളിലേക്കായിരുന്നു. അതിൻ്റെ എൻട്രൻസിന് മുമ്പായിട്ട് തന്നെ ഒരുപാട് കടകളുണ്ട്. കൂടുതലും ക്യാപ്പൊക്കെ വിൽക്കുന്ന കടകളാണ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളും അങ്ങനെ ഒരുപാട് കടകളുണ്ട്. ഈ കടകളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള സെയിലും നടക്കുന്നുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല വെയിലാണ്. കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല വെയിലാണ്. രാവിലെ ഒരു 9 മണി ആയപ്പോൾ ഉള്ള വെയിലാണ് നിങ്ങൾ ഈ കാണുന്നത്. വീഡിയോയിൽ അത് എത്രത്തോളം കാണാൻ പറ്റും എന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു. നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ പാസ് വേണം. അപ്പോൾ നമ്മൾ 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. കുട്ടിക്ക് പാസ് ആവശ്യമില്ല. അപ്പോൾ ഒരാളുടെ പാസിന് 35 രൂപയായിരുന്നു അന്നത്തെ റേറ്റ്. പിന്നെ നമ്മൾ പാസ് കാണിച്ചിട്ട് ഉള്ളിലേക്ക് കയറി. ഇവിടെ സൈഡിൽ വണ്ടി കാണുന്നുണ്ട്. നമുക്ക് അതിൽ പാസ് എടുത്തുകയാണെങ്കിൽ വണ്ടിയിൽ പോകാം. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവർക്ക് വണ്ടി ചൂസ് ചെയ്യാവുന്നതാണ്. അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. രാവിലെ ആണെങ്കിൽ തന്നെ ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ഇങ്ങനെ വണ്ടിയിൽ അവർ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് വെയിലൊക്കെ കൊള്ളാതെ വേണമെങ്കിൽ അതിൽ കയറി പോകാവുന്നതാണ്. ഞാനും ഹസ്ബൻഡും മോളും ഹസ്ബൻഡിൻ്റെ കസിൻ ബ്രദറും കൂടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വെയിലുണ്ട്, പക്ഷേ അതിനോടൊപ്പം തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ല കാറ്റുണ്ട്. പിന്നെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ പോകുന്നത്. ദൂരെ നിന്ന് നമുക്ക് ആ ഒരു വ്യൂ കിട്ടുമ്പം തന്നെ കൂടുതൽ ക്യൂരിയോസിറ്റി നമ്മുടെ ഉള്ളിലുണ്ടാവും അടുത്ത് ചെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഈ മഹാബലിപുരം എന്ന് പറയുന്നത് ഇന്നത്തെ കാഞ്ചീപുരം ജില്ലയിലെ അതിപുരാതനമായൊരു തുറമുഖ നഗരമാണ്. ഇവിടെ മാമല്ലാപുരം എന്നും അറിയപ്പെട്ടിരുന്നു. നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്ന് ഒരു 12 മീറ്ററോളം ഉയർന്നാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ പല്ലവ രാജാക്കന്മാരാണ് ഇത് പണി കഴിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ചെന്നൈയിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടേക്ക്. പല്ലവ രാജാവായ മാമല്ലൻ്റെ പേരിലും ഈ നഗരം അറിയപ്പെടുന്നു. അങ്ങനെയാണ് മാമല്ലാപുരം എന്നുള്ള പേരും കൂടെ വന്നത്. ഇവിടുത്തെ നിർമ്മിതികളെല്ലാം തന്നെ ക്രിസ്തു വർഷം 7-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിൻ്റെ ഇടയിലാണ് നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ഇത്ര ബ്യൂട്ടിഫുള്ളും പുരാതനവും ആയതുകൊണ്ട് തന്നെ യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ മഹാബലിപുരത്തിനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലൊരു പോയിൻ്റാണ് നമ്മൾ ഈ വന്ന ഷോർ ടെമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ നല്ല ക്ലീനാണ്. ചെന്നൈയിൽ റോഡ് സൈഡിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പൊതുവെ അത്ര ക്ലീൻ അല്ല. സറൗണ്ടിങ്സ് ഒക്കെ അത്ര നല്ലൊരു ക്ലീൻ കണ്ടീഷനല്ല. പക്ഷേ ഇതിൻ്റെ ഒരു അകത്തേക്ക് കയറി കഴിയുമ്പോൾ അതിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ടൂറിസ്റ്റുകളും കൂടുതൽ ഈ ഏരിയയിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത്. നമ്മൾ റൗണ്ട് അടിച്ചാണ് ഇങ്ങനെ നടന്ന് അതിൻ്റെ അടുത്തേക്ക് ചെല്ലേണ്ടത്. അപ്പോൾ ദൂരേന്ന് കാണുമ്പോൾ തന്നെ എന്തെന്നറിയാത്തൊരു പ്രത്യേക ഭംഗിയാണ്. ഈ പുരാതനമായ ക്ഷേത്രങ്ങളും നിർമ്മിതികളും ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു നല്ലൊരു ഓപ്ഷനാണ് മഹാബലിപുരം എന്ന് പറയുന്നത്. നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ബീച്ചിൻ്റെ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ നടന്നു വരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കസിൻ ബ്രദർ, അനിൽ എന്നാണ് പേര്. ഈ സൈഡിൽ ബീച്ച് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നല്ല കാറ്റാണ്. സത്യം പറഞ്ഞാൽ ആ കാറ്റ് കൊണ്ടാണ് ഒന്ന് ബാലൻസായി പോകുന്നത്, ആ വെയിലും ചൂടും ഒക്കെ. നമ്മളപ്പോൾ അതിൻ്റെ അടുത്തോട്ട് പോവാണ് അത് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, കല്ലിലാണ് ഈ പണികളെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കൂടുതലും നമ്മൾ കണ്ടുവരുന്നത് സിമെൻറ്റ് കല്ലിൻ്റെ ഒരു ഷേപ്പിലാക്കി ചെയ്യുന്നതാണ്. പക്ഷേ ഇത് വളരെ പണ്ടുള്ളതായതുകൊണ്ട് തന്നെ സിമെൻറ്റൊക്കെ വരുന്നതിന് ഒരുപാട് മുന്നേ ഉള്ള നിർമ്മിതികളായതുകൊണ്ട് തന്നെ കല്ലിൽ കൊത്തിയെടുത്തേക്കാണ് കാളയുടെയും സിംഹത്തിൻ്റെയും ആനയുടെയൊക്കെ രൂപങ്ങൾ. ഒരു മതിലും അതിനെ സംരക്ഷിക്കാവുന്ന രീതിയിൽ കൊത്തുപണികളോടെ അങ്ങനെ തന്നെ നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ്. ഇതിനെ പൊതുവേ ഷോർ ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും ഷോർ ടെമ്പിൾ എന്നാണ് കൂടുതലും കാണിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള പണ്ട് കാലത്തെ പേരെന്ന് പറഞ്ഞാൽ ജലശയന ക്ഷേത്രം എന്നാണ്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ കടലിൽ വിശ്രമിക്കുന്നത് എന്നർത്ഥം വരുന്ന ഒരു മീനിങ് ആണ് അതിനുള്ളത്. ഏകദേശം 1300 വർഷങ്ങൾക്ക് മുന്നാണ് ഇത് നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. 1984 മുതൽ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായിട്ട് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഘടനാപരമായ ശിലാക്ഷേത്രങ്ങളിൽ ഒന്നായിട്ട് ഇത് പറയപ്പെടുന്നുണ്ട്. ഇതിനെ പൊതുവെ 7 പഗോഡാസ് എന്നാണ് ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് അറിയപ്പെടുന്നത്. ഈ 7 പഗോഡാസിൽ ഒരു ക്ഷേത്രം മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ബാക്കി ക്ഷേത്രങ്ങൾ, ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ള ബാക്കി ക്ഷേത്രങ്ങൾ കടലിനടിയിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ക്ഷേത്രമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ആരാധനയും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ അതിനുള്ളിലുള്ള രൂപം നന്നായിട്ട് സൂം ചെയ്തൊന്ന് നോക്കിയാണ്, നിങ്ങൾക്ക് വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും. വിഷ്ണുവും ശിവനുമാണ് 2 സൈഡിലുമായിട്ട് പ്രതിഷ്ഠിച്ചേക്കുന്നതെന്നാണ് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഗാർഡ് എനിക്ക് പറഞ്ഞു തന്നത്. എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അപ്പുറത്തെ സൈഡിൽ ശിവലിംഗമാണ് പ്രതിഷ്ഠിച്ചേക്കുന്നത്. ഇത് വിഷ്ണു ആണെന്ന് കരുതപ്പെടുന്നു. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ. നമുക്കപ്പോൾ അതിനെ ഒന്ന് ചുറ്റി കാണാം. ഈ കല്ലിൽ ചെയ്തതാണെങ്കിലും എല്ലാത്തിനും നല്ല പെർഫെക്ഷനുണ്ട്. ഇതിൻ്റെ വർക്കിനെല്ലാം തന്നെ നല്ല പെർഫെക്ഷനുണ്ട്. നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോഴാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ അതിൻ്റെ ആ രൂപങ്ങൾ മനസ്സിലാവും. അടുത്ത് ചെന്നാൽ നമുക്ക് അത്രയൊരു ക്ലാരിറ്റി തോന്നില്ല. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഫോട്ടോസൊക്കെ അലൗഡ് ആണ് അവിടെ ഇരുന്ന്. നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഫോട്ടോ എടുക്കാം. ഒരുപാട് പേര് ഫോട്ടോ എടുത്ത് തരാനായിട്ടും അവിടെ ഉണ്ട്. നമ്മൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അവർ അന്നേരം തന്നെ പിക്ക് എടുത്ത് പ്രിൻ്റ് ചെയ്ത് തരും. ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ, ഒരു ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് നോക്കുമ്പോൾ എന്ത് ഭംഗിയാണത് കാണാൻ. നമ്മൾ സത്യത്തിൽ നോക്കി നിന്നു പോവും. ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തായിട്ട് കടലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോട്ട് 7 പഗോഡാസിൽ ഒരു ക്ഷേത്രം മാത്രമാണിത്. ബാക്കി പാർട്ട് ഇപ്പോഴും കടലിലുണ്ട്. നമ്മൾ കടലിലെ വെള്ളം താഴുന്ന സമയത്ത് അത് വിസിബിളായിട്ട് കണ്ടിരുന്നു. കുറച്ച് പാർട്ടുകൾ സുനാമിയൊക്കെ വന്ന ടൈമിലൊക്കെ കുറച്ച് ബാക്കി ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ കടലിനടിയിലുണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് വലിയ കേടുപാടുകൾ സംഭവിക്കാതെ തന്നെ കടലിനടിയിലുണ്ടെന്നാണ് പറയുന്നത്. കല്ലിൽ തീർത്തതായതുകൊണ്ട് തന്നെ കാലപ്പഴക്കം അതിനൊരു പ്രശ്നമല്ല. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ കടലിൽ നിന്ന് അത്രയും മണ്ണ് മാറ്റി അത് ഫുള്ളായിട്ട് പുറത്തേക്ക് എടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അത് കടലിൽ തന്നെ ഇപ്പോഴും സുരക്ഷിതമായിട്ട് കിടക്കുന്നു എന്ന് വേണം പറയാൻ. ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ ശിവലിംഗമാണ് പ്രതിഷ്ഠിച്ചേക്കുന്നത്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ അതും ഒന്ന് സൂം ചെയ്ത് നോക്കിയിരുന്നു ശിവലിംഗം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കെല്ലാം ഒപ്പം ധാരാളം ടൂറിസ്റ്റ് ഗൈഡ്സ് വരുന്നുണ്ട്. അവർ ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. നമുക്ക് ഗൈഡിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിത് ഫുള്ളായിട്ട് നോക്കി കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഗൈഡിൻ്റെ ആവശ്യമില്ല. പിന്നെ ഫോറിനേഴ്സ് വരുവാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ പറഞ്ഞു കൊടുക്കാൻ ഒരാളുള്ളത് എപ്പോഴും നല്ലതാണ്. നല്ല കാറ്റൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് നേരം നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ കല്ല് നന്നായിട്ട് ചൂടാവും വെയിലടിക്കുമ്പോൾ. അതിൻ്റെ ഒരു ചൂട് അടുത്ത് നിൽക്കുന്ന നമ്മളിലേക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിന്ന് ആ വ്യൂ ഒക്കെ ഒന്നുകൂടെ കണ്ട് അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോൾ അവിടെ ക്യാൻറ്റീനൊക്കെ ഉണ്ട്. നല്ല വെയിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ക്യാൻറ്റീനിൽ നിന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് മഹാബലിപുരത്തിൽ തന്നെ അടുത്ത സ്ഥലമായിട്ടുള്ള 5 രഥങ്ങൾ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ്. നമ്മൾ ഷോർട്ട് ടെമ്പിളിൽ നിന്ന് വന്നിട്ട് ഒരു 10 മിനിറ്റോളം ട്രാവൽ വരും. അപ്പോൾ നമുക്ക് ഈ 5 രഥങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താം. അവിടേക്ക് പോകുന്നതിൻ്റെ 2 സൈഡിലായിട്ട് ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ധാരാളം കുഞ്ഞു സാധനങ്ങൾ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ വളരെ കൗതുകം തോന്നും. നമുക്ക് നിന്ന് നോക്കാൻ തോന്നും. പക്ഷേ പ്രത്യേകിച്ച് ഉപയോഗമുള്ള സാധനങ്ങളൊന്നുമല്ല. ഇങ്ങനെ ഒരു ഷോ പീസ് പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നടന്ന് 2ാമത്തെ സ്ഥലത്തെത്തി. ഈ സ്ഥലത്തിനെ പഞ്ചരഥങ്ങൾ അഥവാ 5 രഥങ്ങൾ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ എല്ലാം ഫ്രണ്ടിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓരോരുത്തടുത്തായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നിന്ന് വായിച്ചു നോക്കാവുന്നതാണ്. പിന്നെ എല്ലായിടത്തും ഒരേ പാസ്സാണ്. സെപ്പറേറ്റ് പാസ് എടുക്കേണ്ട. നമ്മൾ നേരത്തെ ഷോർട്ട് ടെമ്പിളിൽ എടുത്ത പാസ് തന്നെ മതി ഇവിടെ വരാൻ. അപ്പോൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ. ഇതാണ് 5 രഥങ്ങൾ എന്നറിയപ്പെടുന്ന സ്ഥലം. ഇത് 5 രഥങ്ങൾ എന്ന കോൺസെപ്റ്റിലാണ് അമ്പലം പോലെ ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. നരസിംഹവർമ്മൻ 1-ാമൻ്റെ കാലത്താണ് ഇത് നിർമ്മിച്ചതെന്നാണ് കരുതപ്പെട്ടിരുന്നത്. നരസിംഹവർമ്മൻ 2-ാമൻ്റെ കാലത്താണ് നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. ധർമ്മരാജരഥ, ഭീമരഥ, അർജുനരഥ, നകുല സഹദേവരഥ, ദ്രൗപദി രഥ എന്നിങ്ങനെ 5 പേരുകളിലാണ് ഇവിടുത്തെ 5 നിർമ്മിതികൾ അറിയപ്പെടുന്നത്. ഇത് ക്ഷേത്രമെന്ന പേരിൽ നിർമ്മിച്ചതാണെങ്കിലും പ്രതിഷ്ഠ ഒന്നും തന്നെ നടത്തിയിട്ടില്ല.
ഈ 5 നിർമ്മിതികൾക്കും 5 രഥങ്ങളോട് സാമ്യമുണ്ട്. അതിലെ കൊത്തുപണികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഇവയെല്ലാം തന്നെ ചെറിയ ചരിവോടുകൂടി വടക്ക് തെക്ക് ദിശയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഓരോ നിർമ്മിതികളുടെ മുന്നിലും അതിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭീമരഥയാണ്. രഥ എന്ന് പറയുന്നുണ്ടെങ്കിലും രഥം എന്നുള്ള മീനിങ് ആണ്. എല്ലാം കല്ലിൽ തന്നെ കൊത്തിയെടുത്തിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ ഷോർട്ട് ടെമ്പിളിൽ കണ്ട പോലെ തന്നെ ഇതെല്ലാം കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ളതാണ്. നമുക്കതിൻ്റെ പുറത്തൊക്കെ കയറി ഇരിക്കാം കേട്ടോ. പ്രതിഷ്ഠയൊന്നും നടത്തിയിട്ടില്ല. അമ്പലം എന്ന് സങ്കല്പത്തിലാണ് പണി കഴിപ്പിച്ചതെങ്കിലും ഇപ്പോൾ അത് അമ്പലമല്ല. നമുക്ക് അതിൻ്റെ പുറത്ത് കയറിയിരിക്കാം, അകത്ത് കയറി നോക്കാം. അങ്ങനെ നല്ല ഫ്രീഡമുള്ള ഒരു ഏരിയ ആണ്. ഈ നിർമ്മിതികളെല്ലാം തന്നെ ഒറ്റ നോട്ടത്തിൽ ക്ഷേത്രങ്ങളെന്ന് തെറ്റിദ്ധരിക്കപ്പെടുമെങ്കിലും നരസിംഹവർമ്മൻ ഒന്നാമൻ്റെ മരണത്തെ തുടർന്ന് ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്താൻ പറ്റാതെ പോയതും. ഇതിൽ ചില പാർട്ടൊക്കെ പാറ തുറന്ന് ഗുഹകൾ പോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കതിനുള്ളിലൂടെ ഒക്കെ കയറി നടക്കാം. ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ് സത്യത്തിൽ അത്. എൻ്റെ മോള് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. മോള് മാത്രമല്ല ഞാനും. നമുക്കതിൻ്റെ ചുറ്റോട് ചുറ്റ് ഇതുപോലെ ചെറിയ വാതിലുകളിലൂടെയും ഇടനാഴികളിലൂടെയും കയറി ഇറങ്ങി നടക്കാൻ പറ്റും. അർജുനൻ, ഭീമൻ, യുധിഷ്ഠിരൻ, നകുലൻ, സഹദേവൻ, ദ്രൗപദി എന്നിവരുടെ പേരിലാണ് ഈ ഏകശിലാരൂപങ്ങൾ അറിയപ്പെടുന്നത്. ഇവിടുത്തെ നിർമ്മിതികളിൽ ഒരു ബുദ്ധമതത്തിൻ്റെ ടച്ചും കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സിംഹത്തിൻ്റെയും ആനയുടെയും ഒക്കെ ഒരൊറ്റക്കല്ലിൽ തീർത്ത രൂപമുണ്ട്. അത് നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് അതിൻ്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക ശരിക്കും ഒരു ആന നിൽക്കുന്ന പോലെ തോന്നും. കളർ മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ. ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. ഓരോ കൊത്തുപണികൾക്കും ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. മഹാബലിപുരം എന്ന് പറയുന്നത് പല്ലവ രാജാക്കന്മാരുടെ കാലത്തെ ഒരു ശില്പകലാ വിദ്യാലയമാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവിടെ ചില ഏരിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില പണികൾ, കൊത്തുപണികളായാലും ഫിനിഷിംഗ് വർക്കായാലും തീർക്കാതെ ഇട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു വിദ്യാലയമായതുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിച്ചെടുക്കുന്ന കൂട്ടത്തിൽ പകുതിക്ക് നിന്നുപോയ വർക്കുകളൊക്കെ കാണുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആനയുടെ ആ ഒരു രൂപം. ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. ഇത് കണ്ട സമയത്ത് എൻ്റെ മോൾ എന്നോട് ചോദിക്കുന്നു, അമ്മ ഈ ആന എന്താ അനങ്ങാത്തെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഒറിജിനാലിറ്റിയാണ് അത് കാണുമ്പോൾ. വീഡിയോയിലൂടെ അത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അടുത്തൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നേരത്തെ പറഞ്ഞ കൂട്ട് കടകളൊക്കെ ഉണ്ട് പോകുന്ന വഴിക്ക്. കണ്ടില്ലേ, ചെറിയ ചെറിയ സാധനങ്ങൾ ഭയങ്കര അട്രാക്റ്റിംഗ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതും മഹാബലിപുരത്തിൽ വരുന്നതാണ്. പ്രത്യേകിച്ച് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. മഹിഷാമർദിനി റോക്ക് കട്ട് മണ്ഡപ എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ പോയപ്പോൾ ഞങ്ങൾ മോളെ കൂട്ടിയില്ല. ഞാനും ഹസ്ബൻഡ് മാത്രമാണ് പോയത്. കാരണം ഉച്ചയായപ്പോഴത്തേക്ക് മോൾ നന്നായിട്ട് ടയേർഡായി. അപ്പോൾ അവർ കാറിലിരിക്കുന്നുണ്ട്. ഞാനും ഹസ്ബൻഡ് മാത്രമേ ഇങ്ങോട്ട് വന്നുള്ളൂ. ഇതിൻ്റെ മുകളിലേക്ക് കയറണം. നല്ല വെയിലാണ്. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ മുതൽ നമ്മൾ ഈ വെയിൽ കൊള്ളുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ടയേർഡാവും. പിന്നെ ഇത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമുക്കങ്ങ് കയറാൻ പറ്റും. പക്ഷേ കുട്ടികൾ അങ്ങനെയല്ലോ, കുറച്ച് കഴിയുമ്പോൾ അവർ കുഴഞ്ഞു പോകും. തന്നെയല്ല, ഈ എല്ലാം പാറ ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. ഈ പാറയിൽ നിന്ന് ചൂട് നന്നായിട്ട് പുറത്തേക്കും വരുന്നുണ്ട്. നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ പകുതി ആകുമ്പോഴത്തേക്ക് കുറച്ച് സ്ഥലത്ത് പാറ നിരപ്പായിട്ട് കിടപ്പുണ്ട്. നമുക്ക് അവിടെ കയറി നിന്ന് നന്നായിട്ട് നല്ലൊരു വ്യൂ കിട്ടുന്നതാണ്. ആ ഏരിയയുടെ നല്ല ഭംഗിയാണ്. പച്ചപ്പൊക്കെ കാണുമ്പോൾ നല്ല കാറ്റുമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളവിടെ ഒരു ഇച്ചിരി നേരം നിന്നിട്ട് വീണ്ടും മുകളിലേക്ക് കയറി. ഇവിടെയും എടുത്തു പറയേണ്ടത് കൽപ്പണികളുടെ കാര്യം തന്നെയാണ്. എല്ലാം കല്ല് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും മണ്ടയ്ക്ക് കല്ല് എങ്ങനെ എത്തിച്ച് ഇങ്ങനെ പണിഞ്ഞു എന്നുള്ളത് ഒരു അതിശയമാണ്. അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന പാറയാണോന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ആ ഏരിയയിൽ നന്നായിട്ട് പാറ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെയും ഗ്രില്ലൊക്കെ ഇട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ നമുക്ക് പറ്റില്ല. പുറത്ത് നിന്നിങ്ങനെ കാണാം. മുകളിലേക്ക് കയറിയിട്ട് ഒരു 4-5 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കുറച്ച് ഏരിയ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് പിക്ചറൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ മണ്ഡപം ബാക്കിൽ വരുന്ന രീതിയിൽ നമുക്കങ്ങനെ ഫോട്ടോ എടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഗ്രില്ലിനകത്തൂടെ കുറച്ച് സ്ഥലം ഇങ്ങനെ നടക്കാൻ പറ്റും. ഇവിടെ ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ തണലെന്ന് പറയുന്നത്. അവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റാണ്. പിന്നെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്നും ഇറങ്ങുകയാണ്. ഇവിടെ തന്നെ വീണ്ടും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഈശ്വര ടെമ്പിൾ അറ്റ് മാമല്ലാപുരം എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത സ്ഥലത്തോട്ട് നമ്മൾ പോവാണ്. അവിടെ തന്നെയാണ് ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത്. അവിടെയാണ് ഈ ബോർഡ് കാണുന്നത്. ഇങ്ങനെ കുറച്ച് നടന്ന് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് കയറുകയാണ്. ഇവിടെ കൂടുതലും മണ്ഡപങ്ങളാണ് കാണുന്നത്.
ഓരോ മണ്ഡപങ്ങൾ ഓരോ രീതിയിൽ കൊത്തുപണികളൊക്കെ ചെയ്ത് പണിഞ്ഞിട്ടിരിക്കുന്നതാണ് കാണുന്നത്. മറ്റേടത്ത് കൂടുതൽ അമ്പലത്തിൻ്റെ രൂപമാണെങ്കിൽ ഇവിടെ കൂടുതലും മണ്ഡപങ്ങളുടെ പണികളാണ് കാണുന്നത്. പിന്നെ ഓരോ നിർമ്മിതികളുടെ മുന്നിലും അതിൻ്റെ ഡീറ്റെയിൽസും പേരും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മഹിഷാമർദിനി റോക്ക് കട്ട് മണ്ഡപ എന്നാണ് നമ്മളിപ്പോൾ കാണുന്ന ആ മണ്ഡപത്തിൻ്റെ പേര്. ഇവിടെയും കൊത്തുപണികൾ ഭയങ്കര ഡീറ്റെയിൽ ആണ്. ആ കഥയെ കണക്ട് ചെയ്തുള്ള കൊത്തുപണികളാണ് കൂടുതലും കാണുന്നത്. ഇതിനൊക്കെ എത്രയോ കാലം പഴക്കമുണ്ട്. അന്നത്തെ അവരുടെ കഴിവൊക്കെ സത്യത്തിൽ സമ്മതിച്ചു കൊടുക്കേണ്ടതാണ്. ഇതിൻ്റെയൊക്കെ മുകൾ ഭാഗം നോക്കുമ്പോൾ നമുക്ക് ഈ പാറ തുറന്നതിൻ്റെ ആ ഒരു ലൈൻ മാർക്ക് കാണാൻ പറ്റും. ഇപ്പോഴാണെങ്കിൽ ഇതിനുള്ള മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, നമുക്കത് പോളിഷ് ചെയ്തെടുക്കാം. അന്ന് പക്ഷേ അത്രയും അഡ്വാൻസ്ഡ് അല്ലായിരുന്നത് കൊണ്ടായിരിക്കാം ആ ഒരു മാർക്കൊക്കെ അതുപോലെ കാണുന്നത്. പക്ഷേ അതും ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിനുള്ളിൽ ഓരോ ദേവീദേവന്മാരുടെയൊക്കെ രൂപങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടെ ഏത് ദൈവങ്ങളെയാണ് കൊത്തി വെച്ചിരിക്കുന്നതെന്ന്. പിന്നെ റൂം പോലെ ചിലയിടത്ത് തിരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി പണിഞ്ഞിട്ടതാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു അനന്ത ശയനത്തിൻ്റെ കൊത്തുമണി ഭിത്തിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നടക്കുകയാണ് അടുത്ത സ്ഥലത്തോട്ട്. ഇവിടെ സൈഡിലായിട്ട് നെല്ലിക്ക ഉപ്പിലിട്ടത്, മാങ്ങ, ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ധാരാളം അമ്മമാരൊക്കെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇനി കുറച്ച് താഴേക്ക് നടന്നിറങ്ങണം, അത്യാവശ്യം ദൂരമുണ്ട്. അങ്ങനെ നടന്നിറങ്ങിയാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. ചുറ്റിനും പാറയാണ്. നമ്മൾ ഈ സെറ്റ് ഇട്ട പോലെ പാറ, നല്ല രസമാണ് കാണാൻ. നമ്മൾ സാധാരണ എൻ്റെ നാട്ടിലങ്ങും ഇതുപോലെ പാറ നമുക്ക് കാണാൻ കിട്ടില്ല. അങ്ങനെ നടന്നിറങ്ങുമ്പോൾ നല്ല പച്ചപ്പുള്ള ഒരു സ്ഥലത്തോട്ട് ചെന്നെത്തും. അവിടെ നല്ല കാറ്റും വെളിച്ചവും ഒക്കെയാണ്. നേരത്തെ കണ്ട ആ വെയിലൊക്കെ കുറച്ചൊന്ന് മാറി വന്ന് കുറച്ച് നേരം നമുക്കൊരു തണൽ എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ അടുത്ത ഒരു മണ്ഡപത്തിലോട്ടാണ് നമ്മൾ വരുന്നത്. ഇവിടെയും ഇത് പറഞ്ഞുകൊണ്ട് പാറ തുരന്ന് വേറൊരു മണ്ഡപം നിർമ്മിച്ചെടുത്തിരിക്കുന്നതാണ്. അതിൽ ധാരാളം കുട്ടികളൊക്കെ കോളേജ് സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു, അവരൊക്കെ മുകളിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. നമുക്കതിൻ്റെ മുകളിലൊക്കെ കയറി ഇരിക്കാൻ വേണമെങ്കിൽ. പിന്നെ നമ്മൾ ആ മണ്ഡപവും കണ്ടിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. റോയ ഗോപുരമാണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്ന സ്ഥലം. ഈ റോയ ഗോപുരം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, ഫേസ്ബുക്കിലൊക്കെ ബാലിയിലുള്ള ഫോട്ടോഷൂട്ട് നടക്കുമ്പോൾ ഒരു സ്പോട്ട് കാണും. അതുമായിട്ട് നല്ല സിമിലാരിറ്റി തോന്നി ഈ ഒരു ഏരിയയ്ക്ക്. അപ്പോൾ ഇതാണ് ആ റോയ ഗോപുരം എന്ന് പറയുന്ന സ്ഥലം. പിന്നെ നമ്മൾ വീണ്ടും അടുത്ത ഒരു മണ്ഡപം കണ്ടു. അങ്ങനെ ഒരുപാട് മണ്ഡപങ്ങളുണ്ട് ഇവിടെ പാറ തുറന്ന് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത ഗണേഷ് ജാത്ത എന്ന് പറയുന്ന ഒരു ഗണേശ ക്ഷേത്രം പോലെ ഒന്നാണ്. ഇവിടെ ഇപ്പോഴും ഗണേശൻ്റെ ഒരു പ്രതിഷ്ഠയും പൂജയൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ കർപ്പൂരമൊക്കെ കത്തുന്നുണ്ടായിരുന്നു നമ്മൾ വന്നപ്പോൾ. ആളുകൾ പ്രാർത്ഥിക്കുന്നുമുണ്ട്. അതൊരു അമ്പലത്തിൻ്റെ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് പിന്നെ നമ്മൾ പിക്കിലൊക്കെ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. കൃഷ്ണാസ് ബട്ടർ ബോൾ എന്നാണ് പറയുന്നത്. കൃഷ്ണൻ്റെ വെണ്ണക്കല്ല് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആ കല്ല് ആ ഒരു ചെരുവിൽ താഴേക്ക് വീഴാതെ അങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നു. ശരിക്കും ഒരു അത്ഭുതമാണ്. അത് കണ്ടിങ്ങോട്ട് ഇറങ്ങുന്നിടത്തായിട്ട് ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മഹാബലിപുരത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ QR കോഡ് സ്കാൻ ചെയ്താൽ കിട്ടും. ഇപ്പം നമ്മൾ കാണുന്നത് ഗംഗയുടെ ഇറക്കം എന്നുള്ള ഒരു കോൺസെപ്റ്റിലുള്ള കൊത്തുപണികളാണ്. ഗംഗ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി എന്നൊരു ഐതിഹ്യത്തിനെ വെച്ചിട്ടാണ് ഇത് ഫുള്ള് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മഹാബലിപുരത്തിലെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോ ഇനിയും കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.